ശ്രീ എം ജയചന്ദ്രൻ, താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ വളരെ കൃത്യമായി മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അപ്പർ കുട്ടനാട്ടുകാരൻ എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ് താങ്കൾ ഈ ചർച്ചയിലെ താങ്കളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്യുന്നത്. എന്താണ് അപ്പർ കുട്ടനാട്ടിൽ നടന്നത്? ഈ വെള്ളപ്പൊക്കത്തിന്, ഈ മഴക്കെടുതിയുടെ സമയത്ത് ഈ സർക്കാർ എന്ത് ചെയ്തു? അവിടെ സന്നദ്ധ പ്രവർത്തകരുണ്ടായിരുന്നോ? ഈ പറയുന്ന പോലെ നേരത്തെ ഡി സുരേഷ് കുമാർ ചോദിച്ച പോലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും PD സതീശന് ഇടാൻ കഴിഞ്ഞോ? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം എല്ലാ പ്രവർത്തകരും ആഹ്വാനം ചെയ്തുകൊണ്ടിട്ടു, നിങ്ങൾ ഈ മഴക്കാലക്കെടുതി പ്രവർത്തനങ്ങളിൽ വ്യാപകമായി പങ്കാളികളാവുക, ജനങ്ങൾക്കൊപ്പം നിൽക്കുക. KPCCയുടെ വകയായി എന്തെങ്കിലും വന്നോ? അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നു. അതല്ലാണെന്ന് കേട്ടെ, താങ്കൾ എങ്ങനെയാണ് ഈ കുട്ടനാടിൻ്റെ ഒരു സാഹചര്യം കാണുകയും വിലയിരുത്തുകയും ചെയ്തത്? സിജു, ഞാൻ അപ്പർ കുട്ടനാടല്ല, കോർ കുട്ടനാട് എന്ന് പറയുന്നത് സെൻട്രൽ കുട്ടനാടാണ്. കൂട്ടത്തിൽ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഏത് ദേശക്കാരനാണല്ലേ, ഏത് പ്രദേശത്തുകാരനാണ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കുട്ടനാട്ടിലേക്ക് വെള്ളം, കിഴക്കൻ വെള്ളം എന്ന് ഞങ്ങൾ പറയുന്ന, കുട്ടനാട്ടുകാർ പറയുന്ന, ആലപ്പുഴ ജില്ലക്കാർ പറയുന്ന പമ്പ, മീനച്ചിൽ, അച്ചൻകോവിൽ, മണിമല എന്ന പ്രദേശമാണ് കുട്ടനാട്. അപ്പൊ ആ 4 നദികളിൽ നിന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കിയുടെ ഒരു ഭാഗം, പിന്നെ ആലപ്പുഴയിൽ തന്നെയുള്ള വെള്ളം ഒക്കെ കൂടെ പെയ്ത്ത് വെള്ളം ഇറങ്ങിയാണ് കുട്ടനാട്ടിലേക്ക് ഇടിഞ്ഞു വരുന്നത്. അതിപ്പോ എത്തി തുടങ്ങിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് കൂടുതൽ തീവ്രമായിട്ടത് വരും എന്നുള്ളതാണ് എല്ലാവരും കാണുന്നത്. അങ്ങനെയാണ് ഇത്. ഇപ്പൊ ഈ പ്രശ്നത്തിൽ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ 1ാമത്തെ ദിവസമോ 2ാമത്തെ ദിവസമോ 3ാമത്തെ ദിവസമോ ഒക്കെ ആയിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നില്ല എന്ന് ആക്ഷേപിക്കുന്നുണ്ടോ? ആരെങ്കിലും ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് ഈ കൂട്ടർ സിജു അടക്കം ഈ പാനലിൽ ഇരിക്കുന്ന ആരെങ്കിലും ആക്ഷേപിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ അത് പ്രോപ്പർ അല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതിൻ്റെ അകത്ത് കൃത്യമായ ഏകോപനമില്ല, ഗുരുതരമായ അനാസ്ഥ നിലനിൽക്കുന്നു. ഈ 2 കേന്ദ്ര പ്രശ്നങ്ങളാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉടനീളം കാണാനാവുക. അത് പെട്ടെന്ന് എങ്ങനെയാണ് ഈ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്നലത്തെ ഒരൊറ്റ കാര്യം കൊണ്ട് ഞാൻ പെട്ടെന്ന് ബോധ്യപ്പെടുത്താം. പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ദുരിതമയമായ സാഹചര്യം നിലനിൽക്കുന്നത്. ആ ജില്ലയുടെ മന്ത്രി PC വിഷ്ണുനാഥാണ്. സാംസ്കാരിക വകുപ്പും ടൂറിസം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. ആ മന്ത്രി പരസ്യമായി വാർത്താ സമ്മേളനം വിളിച്ച് പറയുകയാണ്, ഇന്ന് രാത്രി മിന്നൽ പ്രളയം ഉണ്ടാവും. ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നല്ല, ഇന്നലെ രാത്രി മിന്നൽ പ്രളയം ഉണ്ടാവും പത്തനംതിട്ടയിൽ, എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണം, ജാഗ്രത പാലിക്കണം എന്ന് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പറയുമ്പോൾ ആർക്കെങ്കിലും ഒരു ചെറിയ നേരിയ ജാഗ്രത കുറവ് പോലും ഉണ്ടാകില്ലല്ലോ സിജു. അത് ആ നിലയിൽ തന്നെ കണ്ടു. പക്ഷെ പിന്നീട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുകയാണ്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവരെ കോട്ട് ചെയ്താണ് മന്ത്രി പറയുന്നത്. അതെ, കാലാവസ്ഥ വിഭാഗത്തിന്, കാലാവസ്ഥാ നിരീക്ഷണത്തിനെ കോട്ട് ചെയ്താണ് PC വിഷ്ണു എന്ന മന്ത്രി ഈ മുന്നറിയിപ്പ് ജനങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ അവര് പറയുകയാണ്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങളെ അങ്ങനെ തെറ്റായി കോട്ട് ചെയ്യുന്നത് ശരിയല്ല. മന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും 6 മണിക്കൂർ നേരത്തെ പ്രധാനപ്പെട്ട ഒരു അലർട്ട് എന്നുള്ളതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ പത്തനംതിട്ട ജില്ലയിൽ മിന്നൽ പ്രളയം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് IMD പറയുകയാണ്. എന്തുകൊണ്ടാണ് പിന്നെ ഇത്തരത്തിൽ വളരെ 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 നിരുത്തരവാദപരം എന്ന് പറഞ്ഞാൽ പോരാ, മനുഷ്യനെ പരിഭ്രാന്തിയിലാഴ്ത്തുന്ന ഇത്തരം ഒരു നിലപാട് നാട് ഭരിക്കുന്ന ഒരു മന്ത്രിയിൽ നിന്ന് പരസ്യമായി വാർത്താ സമ്മേളനം വഴി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഏകോപനമില്ലായ്മ, കോർഡിനേഷൻ ഇല്ലായ്മ. അതാണ് പ്രശ്നം. ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ടത് ആരാണെന്ന്, ഈ ദുരന്തം കോർഡിനേറ്റ് ചെയ്യേണ്ടത് നിസ്സംശയം പറയാം, അടിവരയിട്ട് പറയാം, അത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ, സംസ്ഥാന മുഖ്യമന്ത്രിയായ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ശ്രീ VD സതീശൻ അല്ലാതെ മറ്റാരുമല്ല. അദ്ദേഹം അവിടെ കോർഡിനേറ്റ് ചെയ്യാനില്ല, തലസ്ഥാന ജില്ലയിൽ ഇല്ല. ഇതാണ് പ്രശ്നം. ഇതാണ് ഏകോപനമില്ലായ്മ എന്ന് പറയുന്നത്. ഇത് പറയണ്ടേ? അല്ലാതെ കേരളത്തിൽ ഇങ്ങനെ ഒരു ഗുരുതരമായ പ്രശ്നം ഉണ്ടായിട്ട് അവിടെ ആരും നോക്കാനുണ്ടായില്ലെന്നോ, അവിൻവർക്കി നോക്കിയില്ലെന്നോ, പിന്നെ മറ്റേതെങ്കിലും MLA നോക്കിയില്ലെന്നോ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടോ? ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ അഭാവത്തിൽ പോലും ബാക്കിയുള്ള രാഷ്ട്രീയ സംഘടനകളും യുവജന സംഘടനകളും ഒക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം ഇതാണ്, ഇതിനൊരു ഏകോപനമില്ല. അതുകൊണ്ട് എന്താണ്, ഒരു ദുരിതാശ്വാസ ക്യാമ്പായിരുന്നു
പാണ്ടനാട് സ്കൂള്. ആ ദുരിതാശ്വാസ ക്യാമ്പിൽ എന്താ സംഭവിച്ചേ? പാണ്ടനാട് സ്കൂളിൽ വെള്ളം കയറി. ഏതാ ആൾക്കാര് താമസിക്കുന്നിടത്ത് വെള്ളം കയറി. ഏകോപനമില്ലായ്ക്ക് മറ്റൊരു കൊടിയ ഉദാഹരണം. ഇങ്ങനെ എത്രയെങ്കിലും പറയാനുണ്ട്. ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞാൽ പിന്നെ 6 ലക്ഷത്തോളം ഈ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ഇപ്പോഴും കറണ്ട് ഇല്ല. ഏകോപനമില്ലായ്മയുടെ മറ്റൊരു ഉദാഹരണം. ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇതാണ് നാഥനില്ല കളരിയായി മാറുന്നതിന്റെ ഇതിനേക്കാളും വലിയ സാക്ഷ്യപത്രങ്ങൾ എന്തെങ്കിലും വേണമോ? ഇതേ ആലോചിക്കേണ്ടതുള്ളൂ. അല്ലാതെ ഇവിടെ ആരും അത് തന്നെയാണ്. അതായത് ശ്രീ എം ജയചന്ദ്രൻ ഒരുപക്ഷേ പറയുന്നില്ല. ശ്രീ എം ജയചന്ദ്രൻ നേരത്തെ ഒരുപക്ഷെ ഡി സുരേഷ് കുമാർ അടക്കം പറയാതിരുന്ന ഈ നാഥനില്ല കളരി എന്ന് പറയുന്ന ഒരു വാക്ക് അത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ, ഒരു വാചകം. അത് തന്നെയാണ് പ്രധാന പ്രശ്നം.